നമസ്കാരം. വർഷങ്ങളായുള്ള ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളിലൊന്ന് ഇന്ത്യയാണെന്ന് വ്യക്തമാക്കുന്ന പരീക്ഷണമാണ് മാർച്ച് 11 ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നടന്നത്. ചൈനയ്ക്കും പാകിസ്ഥാനും കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ശേഷിയുള്ള മിസൈൽ പരീക്ഷണം കൂടിയായിരുന്നു ഇത്. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 5000 കിലോമീറ്റർ ശേഷിയുള്ള ഈ മിസൈലിന് ചൈനയുടെ മുഴുവൻ പ്രദേശങ്ങളെയും ലക്ഷ്യമിടാൻ തക്ക ശേഷിയുണ്ട്. കൂടാതെ ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിന് പുറമെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഒരു കാലത്ത് ലോകശക്തികൾ മാത്രം അവകാശപ്പെട്ടിരുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV മിസൈൽ സാങ്കേതികത ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. എന്താണ് ഈ MIRV സാങ്കേതികത എന്നും അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെയും മുങ്ങിക്കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ആവിർഭാവം ഉണ്ടായത്. രാജ്യങ്ങൾക്കിടയിലെ ആയുധ മത്സരം, മിസൈൽ സാങ്കേതികവിദ്യയിലെ പുരോഗതി എന്നിവയുമായി ഇതിന് അടുത്ത ബന്ധവുമുണ്ട്. ശീതകാല യുദ്ധത്തെ ആയുധ മത്സരത്തിൽ ഈ മിസൈലുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ട്. പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്ത ലക്ഷ്യങ്ങളെ സ്വതന്ത്രമായി ആക്രമിക്കാനും ഒന്നിലധികം ആണവായുധ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളിൽ പ്രയോഗിക്കാനുമായി 1960കളുടെ തുടക്കത്തിലാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഇപ്പോൾ US, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ കൈവശം വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ ഭൂഖണ്ഡാന്തര മിസൈലായ അഗ്നി 5ന്റെ ഭൂപരിധിയിൽ ഏഷ്യ പൂർണ്ണമായും യൂറോപ്പ്, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങൾ ഭാഗികമായും വരുന്നു. ഇന്ത്യ വികസിപ്പിച്ച മിസൈൽ പരമ്പരയിൽ ഏറ്റവും മാരകമായ ആയുധമാണിതെന്ന് പറയാം. സഞ്ചാരം, ഗതി, പോർമുന, എഞ്ചിൻ എന്നിവയിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാണ് തുടക്കം മുതൽക്കേ അഗ്നി 5 വികസിപ്പിച്ചെടുത്തത്. ലക്ഷ്യം തെറ്റാത്ത കുതിപ്പും കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പ്രഹരിക്കാനുള്ള മിസൈലിന്റെ ശേഷിയുമാണ് പ്രധാന നേട്ടമായി ശാസ്ത്രജ്ഞർ പറയുന്നത്. എങ്കിലും അഗ്നി 5ന്റെ MIRV പതിപ്പിന് എത്ര പോർമുനകൾ വഹിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നാലും പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സൈനിക ശാസ്ത്രജ്ഞരിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം 4-5 പോർമുനകൾ എന്നാണ് അറിയുന്നത്. ഇന്ത്യയുടെ മുന്നിൽ തങ്ങളുടെ അഭിമാന നേട്ടമായിരുന്നു ഇത്. കാരണം അന്തരീക്ഷത്തിന്റെ ഘർഷണത്തിൽ മിസൈലിൽ 4000 സെൽഷ്യസ് ഇതിന്റെ താപം ഉയരും. താപത്തിൽ നിന്ന് മിസൈലിനെ സംരക്ഷിക്കുന്ന കാർബൺ കവചത്തിന്റെ സാങ്കേതിക വിദ്യ നൽകാൻ മറ്റു രാജ്യങ്ങൾ നിരസിച്ചപ്പോൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. കൂടാതെ അഗ്നി 5 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച DRDO ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് മലയാളിയായ ഷീന റാണിയായിരുന്നു. പ്രതിരോധ ഗവേഷക വികസന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ഷീന റാണി തിരുവനന്തപുരം സ്വദേശിനിയാണ്. അഗ്നി മിസൈൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് 1999 മുതൽ പ്രവർത്തിക്കുന്ന ഷീന നിലവിൽ DRDOയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ മേഖലയിലും സജീവമായതോടെ ഇനിയും ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യക്ക് അഭിമാന നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ആണവ യുദ്ധങ്ങളിൽ മറ്റുള്ളവർക്ക് ഭീഷണിയാകാൻ ഇന്ത്യ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.